ഫ്രണ്ട്സ്, ഇന്ന് സെക്കൻഡ് സാറ്റർഡേ ആണ്. അപ്പോൾ ഇന്ന് സ്കൂളില്ല. എന്നിട്ട് തന്നെ നല്ല തണുപ്പുള്ള അന്തരീക്ഷം. ക്യാമറയിൽ തോന്നുന്നതാണ് കേട്ടോ, വെയിലൊന്നുമില്ല. ആ സൈഡൊക്കെ ഉണ്ടോ? തണുത്ത അന്തരീക്ഷം, നല്ല ക്ലിയർ സ്കൈ. അയ്യോ സ്നോട്ടി, അയ്യോ സ്നോ. ഓക്കെ, ഇന്ന് നിങ്ങൾ ഇതിൽ കണ്ട പോലെ, താഴെ കണ്ട പോലെ ഇന്ന് എൻ്റെ ഹെയർ കട്ടിംഗ് ആണ്. കൂടുതലൊന്നും വെട്ടുന്നില്ല, കുറേശ്ശെ വെട്ടുന്നുള്ളൂ. ഇപ്പം എനിക്ക് മുടി ഇത്ര ഉണ്ട്. അറ്റം വെട്ടുന്നുള്ളൂ. ഞാൻ മുടി വളർത്താൻ പോണ. നമുക്കെന്ന് സ്നോയുടെ അടുത്തേക്ക് പോവാം. സ്നോ വിഷമിച്ചിരിക്കുകയാണ്, കണ്ട. നമുക്ക് അങ്ങോട്ട് പോവാം. Study. Snai, okay. So, Snai, lay down, chicken, Snai, second, shake, high five, Snow, high five. Good girl. Ayan na kayo. Woohoo! Snow! Slay! Slay! Cheese! Yeah! Good girl! Good girl! Good girl! Bye-bye! Bye-bye! Hi friends! ഞാനിപ്പോൾ എൻ്റെ പള്ളിയിലാണ്. ഞാൻ ഇവിടെ പാട്ട് പ്രാക്ടീസ് ചെയ്യാൻ വന്നേക്കാണ്. ഇന്ന് സെപ്റ്റംബർ 8 ആണ്. ഇന്ന് മാതാവിൻ്റെ പിറവി തിരുനാളാണ്. അപ്പം ഞങ്ങൾ കുട്ടികളാണ് ഇന്നത്തെ കൊയറൊക്കെ ചെയ്യണത്. ഞാൻ വലിയ പാട്ടുകാരൊന്നുമില്ല, പക്ഷെ നല്ല എന്നിട്ട് എന്നിട്ട് ഇപ്പം ഞങ്ങൾ പള്ളിയിൽ വെയിറ്റ് ചെയ്യുന്ന സിസ്റ്റേഴ്സൊന്നും വന്നിട്ടില്ല പ്രാക്ടീസ് ചെയ്യാൻ. ഇനി നമുക്ക് പ്രാക്ടീസ് സെക്ഷൻ കാണാം. പുള്ളി വൈകുന്നേരം കാണിക്കുന്നു. ഇപ്പൊ അതില് കല്ല് വരും. വൈകുന്നേരം പുള്ളിയാണ് പറഞ്ഞത്. എക്സാം ഉണ്ടാവില്ല. ആ പുള്ളി പറഞ്ഞിട്ടുണ്ടാവും. വൈകുന്നേരം അവന് പരീക്ഷ. അപ്പൊ ചിരിക്കാൻ അല്ല, ഇപ്പൊ ചോദിച്ചാൽ മുന്നിൽ പ്രിയജനമേ, സ്തുതിഗീതങ്ങൾ പാടാം തിരുനാഥനായി. പ്രിയജനമേ, ഭയമോടെ ഭക്തിയോടെ ബഹുമാനത്തോടെ ബലിയേകാം, അണയാം അനുദപിക്കാം, അനുരഞ്ജിതരായി ബലിയേകാം. ബലിയർപ്പിക്കാൻ വരുവിൻ അൽത്താര മുന്നിൽ പ്രിയജനമേ, സ്തുതിഗീതങ്ങൾ പാടാം തിരുനാഥനായി. പ്രിയജനമേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ എൻ്റെ
കന്യാമാതാവേ ദ്വാരവിധാനങ്ങൾ ഉദ്ഘോഷിക്കുന്ന ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കന്യാമേരി മാതാവിൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികളിൽ നിത്യപിതാവിനും സുതനും റൂഹായ്ക്കും സ്തുതിയുണ്ടാകട്ടെ. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കന്യാമേരി മാതാവിൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികളിൽ. അലീന അങ്ങനെ വലിച്ചിടുമ്പോ ഞാൻ അപ്പൊ തന്നെ മയക്കാതെ നമ്മളങ്ങനെ പഠിച്ച് പിന്നെ ഹായ് ഫ്രണ്ട്സ്, ഞാൻ പള്ളി വെച്ചിട്ട് ഞാൻ റോജി എം ജോണിനെ കണ്ടു. അതെ, അവിടെ നിൽക്കുന്ന ആള് വീഡിയോ ആണ്, എനിക്ക് വ്ളോഗുണ്ട്.
ഞാനിന്ന് എൻ്റെ ഇപ്പൻ്റെ മുടി വെട്ടാൻ പോവാണ്. സോ ലെറ്റ്സ് ഗോ. സോ ഇത് ജസ്റ്റ് ഒരു പരീക്ഷണമാണ് ഈ വീട്ടിൽ തന്നെ എങ്ങനെ മുടി വെട്ടണമെന്ന്. അപ്പോൾ ഞാൻ കുറച്ച് വെട്ടാൻ പോകണുള്ള. ഞാൻ എന്താ വെച്ചാൽ മുടി വളർത്താൻ പോകണേ. ഇതിനു മുന്നേ ഞാൻ വെട്ടിക്കണത് ഞാൻ ബ്യൂട്ടി പാർലറിൽ പോയാണ് വെട്ടിക്കുന്നത്. എപ്പോഴാണെങ്കിൽ ആർക്കും സമയമൊന്നുമില്ല പുറത്തേക്ക് പോകാനൊക്കെ. അത് കാരണം അത് മാത്രമല്ല കേരളത്തിൽ ഫ്ലഡ് വന്നേക്കാല്ലേ, അത് കാരണം ഞങ്ങൾ വീട്ടിൽ തന്നെ വെട്ടാന്ന് വിചാരിച്ചു. എന്തായാലും ഞാൻ മുടി വളർത്താൻ തീരുമാനിച്ചിരിക്കണം. അപ്പോൾ ഞാൻ ഷേപ്പിലൊന്നും വെട്ടാൻ തീരുമാനിച്ചിരിക്കുന്നില്ല, സ്ട്രെയിറ്റ് ആയിട്ട് വെട്ടും. കുറച്ച് വെള്ളവും കുറച്ച് റബ്ബർ ബാൻഡും മതി, നമുക്ക് മുടി വെട്ടാം. അയ്യോ സിസേഴ്സും വേണം കേട്ടാ, സിസേഴ്സ് നിർബന്ധമാണ്. സിസേഴ്സ് എടുക്കുന്നില്ല. പിന്നെ ഒരു സിസേഴ്സും. ലെറ്റ്സ് കട്ട് ദ ഹെയർ. നല്ല കാറ്റ്. അയ്യോ ഇപ്പം എൻ്റെ മുടി ഇത്ര ഉണ്ട്. നമുക്ക് വെട്ടി കഴിഞ്ഞിട്ട് നോക്കാം മുടി എത്രയുണ്ടെന്ന്. ഇനി അത് കഴിഞ്ഞിട്ട് ഇവിടെ പാർട്ടീഷൻ എടുക്കണം മുടി വെട്ടാനായിട്ട്. ആദ്യം ഒരു പോണിറ്റെയിലായിട്ട് കെട്ടണം ഇതുപോലെ. പിന്നെ രണ്ടാമത്തെ റബ്ബർ ബാൻഡ് ഞാൻ കുറച്ച് നീങ്ങിയിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇനി മൂന്നാമത്തെ റബ്ബർ ബാൻഡും ഇവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇടണം, ഇവിടെ ഇടണം, ഇവിടെ ഇടണം. ഇതിപ്പോൾ ഞാൻ എൻ്റെ ലാസ്റ്റ് റബ്ബർ ബാൻഡാണ് ഒരെണ്ണം കൂടി ഇട്ടിട്ടുണ്ട്. എന്താ വെച്ചാൽ ഞാൻ ഓൾറെഡി ഒരു യു ഷേപ്പിലാണ് എൻ്റെ മുടി വെട്ടിയിരുന്നത്. ഇനി ഞാൻ സ്ട്രെയിറ്റ് ആക്കി വെട്ടാൻ പോകണം. അത് കാരണം ഞാൻ ലാസ്റ്റ് വൺ ഇത്. അപ്പോൾ ഓൾമോസ്റ്റ് ഇത്രയും ഞാൻ വെട്ടും. Now let's cut the hair. മുറിക്കാം.
അമ്മ എത്ര പെട്ടെന്ന് മമ്മി ഇത്ര പെട്ടെന്ന് ഇത്ര വെട്ടി കൊറേ ആ റബ്ബർ ബാൻഡ് മുകളിലാണ് അവിടെ പെട്ടെന്ന് അയ്യോ കൊറച്ച് മുകളില് ഒന്നും പിടിക്കാതെ ആ കെട്ട് എന്റെ കയ്യിലോട്ട് തരണോട്ടാ അയ്യോ ഞാൻ പിടിക്കാം അയ്യോ എവിടെ കറച്ച് കറച്ച് എത്ര മുടി ഇത് എല്ലാം ഫുൾ കേളായിട്ടിരിക്കണ അയ്യോ ഇതെന്നെ മുടി ഇത് ഫോട്ടോ എടുക്കാനുള്ളതാണ്ടാ എടുത്തിട്ട് അമ്മ നീ ഷേപ്പണോ ഇത്ര അവിടെ ഇത്ര വേണ്ട ഞാൻ ഉദ്ദേശിച്ചില്ല. അതായത് കംപ്ലീറ്റ് നോക്കി അതിന്റെ ലെവലെല്ലാം വന്ന് ചെറുത് വലുതാണ്. സ്ട്രെയിറ്റ് ആണെങ്കിൽ അങ്ങനെ വെട്ടണം. മുടി വളർത്താണെങ്കിൽ പിന്നെ അറ്റം കറക്റ്റ് ആക്കിയിട്ട് വളർത്തണം, എന്നാലേ അത് ശരിയാവുള്ളൂ. നിങ്ങൾ ചോദിച്ചു നോക്കൂ, ഈ വീഡിയോയിൽ ചോദിച്ചു നോക്കാം അവരടുത്ത്. ഇനി നമുക്ക് മുടി അഴിച്ചു നോക്കാം. അയ്യോ അയക്കാനും പറ്റുന്നില്ലല്ലോ. ആദ്യത്തെ റബ്ബർ ബാൻഡ്, രണ്ടാമത്തെ റബ്ബർ ബാൻഡ്. അയ്യോ അത്ര ഉള്ളൂ. അയ്യോ അത്ര ഉള്ളൂ മുടി. ഒരു ലാസ്റ്റ് റബ്ബർ ബാൻഡ്. അയ്യോ മുടി പോയി. കണ്ണുണ്ടാത്താണ് ഇത്രയുള്ള മുടി. ഇത് പക്ഷെ നല്ല രസമുണ്ട്. ഇവിടെ ഇത് വരെ സൂപ്പറായി. ബാക്കിൽ കയറിയിരിക്കണം, ഫ്രണ്ടിൽ ഇറങ്ങിയിരിക്കണം. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കിത് മതിയോ, ഇതുപോലെ മതി. ഇങ്ങനെ മതി, ഇനി വെട്ടണ്ട. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഫ്രണ്ടിൽ കണ്ട ഇത്ര, ബാക്കിൽ ഇത്ര. ഇത് എങ്ങനെയുണ്ട് മുടി? എങ്ങനെയുണ്ട്? കമന്റ് ഡൗൺ ചെയ്യുക. ഇനി മറ്റേ പോലെയാണ് എന്റെ. അയ്യോ ഒരു ചീരപ്പ്. ഇത് സൂപ്പറായി. അമ്മ ഇത് മറ്റേ ബ്രൂക്ലിൻ വെയിലത്തെ മുടി വെട്ടിയ പെണ്ണിന്റെ ഇതെല്ലാം മുടി വളർന്നിരിക്കുന്നത് ഏകദേശം അങ്ങനെ ഉണ്ടല്ലേ. കമന്റ് ഡൗൺ ചെയ്യുക ഞാൻ ഇപ്പൊ എങ്ങനെയുണ്ടെന്ന്. ഇങ്ങനെ അനീതിയുടെ മുടിയാണ് വെട്ടാൻ പോണത്. തിക്കി 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 തിക്കി. അപ്പൊ ഞാൻ എൻ്റെ മുടി വെട്ടി. ഇതാണ് റിസൾട്ട്. പിന്നെ ഫ്രണ്ട് ബാങ്ക്സും വെട്ടിയായിരുന്നു കുറച്ചതേ.
ഇതല്ല, ദിസ് ആണ്. അല്ല സോറി, ഫ്രണ്ട് ബാങ്ക്സ് അല്ല, സൈഡ് ബാങ്ക്സ്. ഞാൻ മുട്ടി. ചിന്നയുടെ സങ്കടം മുടി വെട്ടതിന്. ഞാൻ ഇങ്ങനെ വെക്കുമ്പോ ഞാൻ വെക്കുമ്പോഴോ ഞാൻ പിടിക്കണം. ഇതല്ല പിടിച്ചോ. കുഞ്ഞിത് ഞാൻ കെട്ടിടാൻ പോകും. ഞാൻ സ്കൂളിൽ പോകുമ്പോ ഞാൻ 2 സൈഡ് കെട്ടിക്കൊണ്ട് പോകും. ഞാൻ ഇങ്ങനെ കെട്ടിയിടും. അപ്പോൾ ഞങ്ങൾ നേരത്തെ പ്രാക്ടീസ് ചെയ്ത് കണ്ടതല്ലേ. ഇതുപോലെ ഞങ്ങൾ പ്രാക്ടീസ് ചെയ്ത് ഞങ്ങളുടെ കുഞ്ഞു കുറവുകൾ ഞങ്ങളതൊക്കെ ശരിയാക്കി. എന്നിട്ട് 6 മണിക്കായിരുന്നു കുർബാന. 6 മണിക്ക് ഞങ്ങൾ ഇതെല്ലാം പാടി കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ വികാരിച്ചിന് അത് ഭയങ്കര ഇഷ്ടമായി. എന്നിട്ട് ഞങ്ങളുടെ എല്ലാവരുടെ മുമ്പിൽ വെച്ച് കുറച്ച് പൊക്കി പറിച്ച് അതൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. അതൊക്കെ എൻ്റെ പാടി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരു കുഞ്ഞി ഗിഫ്റ്റ് കിട്ടി. അത് ഒരു കൊന്തിയായിരുന്നു. പിന്നെ അതിലൊരു മെയിൻ കുട്ടി ഉണ്ടായിരുന്നു പാടുന്നത്. ആ കുട്ടി എന്നെക്കാളും താഴെയാണ്. ഞാനും കുറച്ച് പേരും കോറസാണ് പാടിയത്. എന്നിട്ട് ആ കുട്ടി നല്ല സൂപ്പറായി പാടിയിട്ടാ. എന്നിട്ട് ഞങ്ങളെല്ലാവരും പാടി കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ എല്ലാവരും ചോദിക്കായിരുന്നു അതാരായിരുന്നു കുഞ്ഞിക്കുട്ടിന്ന്. അവൾ ശരിക്കും പറഞ്ഞാൽ അത്രയ്ക്കും കുഞ്ഞിക്കുട്ടിയല്ല, 6ാം ക്ലാസ്സിലാണ് അവൾ. പക്ഷെ എന്നാലും അവൾ ഒച്ച കേൾക്കുന്ന നല്ല കുഞ്ഞിക്കുട്ടിയുടെ നല്ല ക്യൂട്ട് വോയിസാണ്. അവൾ നല്ല സൂപ്പറായി പാടി. എന്നിട്ട് ദാറ്റ്സ് ഓൾ. പിന്നെ മുടിയുടെ കാര്യം, ഈ വീട്ടിൽ മുടിയും കൂടി ഉണ്ടായിരുന്നു. മുടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ഡൗൺ ചെയ്യുക. പിന്നെ പിന്നെ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുക്കുക. പിന്നെ സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. പിന്നെ ബി ഗുഡ് ആൻഡ് ബി നൈസ്. ബൈ. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. സീ ഇൻ ദ നെക്സ്റ്റ് വ്ലോഗ്. ബൈ.